കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിന്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവര്, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവര്, കലഹങ്ങളുള്ളവര്, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവര്, രോഗികള്, പീഡിതര്, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവര്, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവര്, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവര്, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവര്, ബയോപ്സി കൊടുത്തിരിക്കുന്നവര്, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തില് യേശുക്രിസ്തു തന്നെ ആശീർവദിക്കുന്നു. നിന്റെ ജോലികള്, വീടുകള്, വിൽക്കാത്ത സ്ഥലങ്ങള്, നഷ്ടപ്പെട്ട ജോലികള്, ക്യാൻസലായ വിസകള് എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിന്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആശീർവദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആശീർവദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, പശുത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും, വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെതുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കും. ഈ ധൂർത്തപുത്രൻ്റെ കഥകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തില്ലേ അല്ലേ? അതിൻ്റെ അകത്തൊരു വാൽക്കഷ്ണം വന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള, അതായത് പ്രസവിച്ചില്ലേ, ധൂർത്തപുത്രൻ്റെ ഈ അയാൾ വന്നിട്ട് പറയണ എന്താ, ഇളയ മകൻ വന്നിട്ട് അപ്പനോട് പറയുന്നതാ, അങ്ങയുടെ ദാസൽ ഒരുവനായി എന്നെ സ്വീകരിക്കണേ, അല്ലെ? അങ്ങനെ പറയണില്ലേ? അങ്ങനെ ഇപ്പോഴാണ് ദാസനാകാൻ പോണതേ. ലുക്ക 15:19 നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി. അപ്പൊ ഇനി മുതൽ പുള്ളിയെ ചെയ്യാൻ പോവുകയാണ്. എന്താണ്? നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അപ്പൊ അത് ഇനി മുതലാണ്. ഞാൻ ഇനി യോഗ്യനല്ല, അതുകൊണ്ട് ഇനി മുതൽ എന്നെ ദാസനായി സ്വീകരിക്കണമെന്നാണ്, അല്ലേ? പക്ഷെ ഇവിടെ വേറെ കാര്യമുണ്ടല്ലോ, ആദ്യം മുതലേ ദാസ്യവേദ ചെയ്യണ ആളുണ്ടല്ലോ. അയാളെന്താ പറയണത്? മൂത്ത മകൻ 15:29 വായിച്ച് ലുക്ക. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല. അതാണ് പ്രശ്നം. ഇവൻ പറയണ, ഈ മൂത്തവൻ പറയണത് ഞാൻ ഇനി അങ്ങയുടെ ദാസനായി ജീവിച്ചോളാന്ന്. അപ്പൊ ഇനി മുതലാണ് പുള്ളി എല്ലാം മുടിഞ്ഞ് തേച്ച് കഴുകി വന്നപ്പോഴാണ് ഇനി മുതൽ ദാസനാണ്. പക്ഷെ നേരത്തെ തന്നെ ജീവിതകാലം മുഴുവൻ ദാസനായ ഒരു മനുഷ്യനാണ് മൂത്തവൻ. ഞാൻ എത്ര കാലമായി നിനക്ക് വേണ്ടി ദാസ്യവേല ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാല്, ദൈവമായിട്ട് ഡീലിങ്സിലെ ഒരു ദിവസത്തെ ബിസിനസ് അല്ലെങ്കിൽ ജോലി കഴിയുമ്പോ ഈ കണക്ക് വെക്കുമ്പോ എന്ത് വരുമെന്നറിയോ? ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം, അല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടാകരുത്. അത് നമ്മൾ അതാ ദിവസം ശ്രദ്ധിച്ചാൽ മതി. അവസാനം നമ്മൾ ഉറങ്ങാൻ നേരത്ത്, കണക്ക് വെക്കാൻ നേരത്ത് കർത്താവ് നമുക്ക് കടക്കാരനാകണം. അതാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ നമ്മളെ ദൈവത്തിന് കൊടുക്കാൻ ഉണ്ടാകരുത്. ഇപ്പൊ മൂത്തമ്മന്റെ വിജയം അതാണേ. അയാൾ പറഞ്ഞത് എന്താണ്? ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല, എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ കണക്ക് വെച്ചപ്പോ എന്ത് പറ്റി? അവനൊന്നും അങ്ങോട്ട് കൊടുക്കാനുമില്ല,
അപ്പൻ ഇങ്ങോട്ട് തരാനേ ഉള്ളൂ. ഇങ്ങനെയാണ് കണക്ക് അവസാനിക്കുന്നത്. പക്ഷെ ആ കണക്കിൽ തെറ്റൊന്നുമില്ല. അപ്പൻ ഇവന് ഡെയിലി പേയ്മെന്റ് നടത്തണില്ലേ, ഇവനൊരു ദിവസക്കൂലിക്കാരനായിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. ദിവസക്കൂലിക്കാരനാണല്ലോ അന്നന്ന് കണക്ക് തീർക്കണത്. അപ്പൻ അന്നത് കണക്ക് തീർത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ബന്ധം എന്താണ്? എൻ്റെ മകനെ ശാശ്വതമാണ് ഈ ബന്ധം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ലൂക്ക 15:31. ലൂക്ക 15:31. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അപ്പൊ ആ അക്കൗണ്ട് വന്നപ്പോൾ എന്ത് പറ്റി? ഈ നിത്യത എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എല്ലാം റീഫണ്ടബിൾ ആവും. അതുകൊണ്ട് എപ്പോഴും ഓർത്തേക്കണം കേട്ടോ, കർത്താവ് കഷം കൈൻഡായിട്ട് ഈ ഭൂമി വെച്ച് തന്നെ എല്ലാം പേയ്മെന്റ് ചെയ്യണമെന്ന് നിങ്ങൾ ചാട്ടി പിടിക്കരുത്. കുറച്ച് നമുക്ക് തിരിച്ചു തരാനുണ്ടാകണം. ആ രീതി വേണം കണക്കുകൾ അവസാനിക്കാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.